കോടതി ഉത്തരവ് മറികടന്ന് പൊതുജനങ്ങളുടെ വഴി തടഞ്ഞ് വനം വകുപ്പ്. ഇടുക്കി എറണാകുളം ജില്ലയുടെ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന 6 മൈൽ മാങ്കുളം റോഡിൽ മാമലക്കണ്ടത്താണ് വനം വകുപ്പ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞത്. റോഡുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്കെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെയും വനം വകുപ്പ് തടഞ്ഞു. പാസ് നൽകി ജനങ്ങളെ കടത്തിവിടണമെന്ന കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് വനം വകുപ്പിന്റെ നടപടി. സർക്കാർ ടെൻഡർ നടപടികളെല്ലാം വെച്ചിവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സമയത്ത് അന്നത്തെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന ശ്രീ വള്ളിയിൽ ഗോപിനാഥ് എന്ന് പറയുന്ന അദ്ദേഹം ഈ മേഖല സന്ദർശിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും ഉദ്ദേശം ഒരു 2-2.5 കിലോമീറ്റർ അകലെ വനത്തിനുള്ളിൽ കലുങ്ക് പടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കലുങ്ക് പൊളിച്ചു നീക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഒറ്റ രാത്രി കൊണ്ട് JCB ഉപയോഗിച്ച് മുഴുവൻ കലുങ്കുകളും പൊളിച്ചു നീക്കി. അന്നോട്ട് ഈ റോഡ് തർക്കത്തിലാണ്. എത്ര പരാതി കൊടുത്താലും യാതൊരു കാര്യമില്ലാത്ത അവസ്ഥയാണ്. തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോർട്ടലക്ഷ്യത്തിന് സമീപിച്ചോളം കോടതി പറഞ്ഞിട്ടുണ്ട്. കോർട്ടലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവാണ്. സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ. സന്ദീപ്, കോടതി ഉത്തരവ് നിലനിൽക്കെ എങ്ങനെയാണ് വനം വകുപ്പിന് ഇത്തരം ഒരു കാര്യം ചെയ്യാനാവുക? എന്താണിപ്പോൾ പ്രദേശവാസികൾ പറയുന്നത്? നിരവധി പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത വേണു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഏതാണ്ട് 3 പഞ്ചായത്തുകളിലെ ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ നിരവധിയായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ അടിമാലി മാങ്കുളം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ട്രൈബൽ ആയിട്ടുള്ള ആദിവാസികളായിട്ടുള്ള 100 കണക്കിന് കുടുംബങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ്. ഏതാണ്ട് 1955 മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റോഡാണത്. അതൊരു പേപ്പർ മില്ലിലേക്ക് അന്നത്തെ കാലത്തെ ഈറ്റ വെട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച റോഡ് പിന്നീട് അത് PWD ഏറ്റെടുക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിലൊക്കെ പറയേണ്ടത് ഓൾഡ് ആലുവ മൂന്നാർ റോഡ് എന്ന് പറയപ്പെടുന്ന ഒരു റോഡുണ്ട്. അത് മൂന്നാറിലേക്ക് എത്തുമ്പോൾ അതുവഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയും അവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് വനംവകുപ്പ് അത് അടയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് സർക്കാർ ഇടപെട്ട് ചർച്ചകൾ നടത്തിയതിനു ശേഷം ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഈ റോഡ് തുറന്നു കൊടുക്കുവാനും അത് നിർമ്മിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് വനംവകുപ്പ് ഇത്തരത്തിൽ ഒരു നടപടിയുമായി എത്തിയത്. അതിൽ നിന്ന് എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നീതിപീഠത്തിന്റെ ഭാഗത്തു നിന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുകയാണ്. അർഹതപ്പെട്ട ആളുകൾക്ക് അതിലെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ പാടില്ല. അവരെ കടത്തിവിടുന്നതിന് പാസ് നൽകിക്കൊണ്ട് കടത്തിവിടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഹൈക്കോടതി ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ നിയോഗിക്കുകയും ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് കമ്മീഷനും ഈ സ്ഥലത്തെത്തി നേരിട്ട് സന്ദർശനം നടത്തി അതിന്റെ ഒരു തൽസ്ഥിതി കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഒരു നടപടികൾ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് വനം വകുപ്പ് ഈ കോടതി പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒന്നും പാലിക്കാതെ പുറത്തുനിന്നുള്ള ഒരാൾക്ക് പോലും അകത്തേക്ക് പോകുവാൻ കഴിയാതെ ഇല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ എത്തുവാൻ കഴിയുന്ന ഒരു റോഡ് ഉപയോഗിക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആദിവാസി മേഖല, ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തുള്ള ആദിവാസി മേഖലയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഈ കോതമംഗലവുമായി ബന്ധപ്പെടേണ്ട ഒരു സ്ഥിതി ഉണ്ടാകണമെങ്കിൽ അടിമാലി വഴി കറങ്ങി കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് വനം വകുപ്പ് ഒരു സമാന്തര സർക്കാരായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ആവർത്തിച്ച് നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ മാങ്കുളം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി അവിടെയും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ റോഡ് ഗതാഗതത്തിൽ കൂടി തടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള വനം വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും അവിടെ ഉയരുന്ന ആരോപണം മുമ്പ് ഈ മാങ്കുളം പഞ്ചായത്തിനെ പൂർണ്ണമായി ഒഴിപ്പിച്ച് അവിടെ വനമേഖലയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം വനം വകുപ്പ് നടത്തിയിരുന്നു. കുടിയൊഴിപ്പിക്കൽ, അതായത് 15 ലക്ഷം രൂപ നൽകി ആളുകളെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്തിരുന്നു. ട്രൈബൽ അല്ലാത്ത നോൺ ട്രൈബൽ ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും അവിടെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തിനെതിരെ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വനം വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മാങ്കുളം പഞ്ചായത്തിലെ പവലിയൻ കയ്യേറിയതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും കോടതിയുടെ മുമ്പിൽ നടക്കുന്നു. അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ നിലനിൽക്കുന്നു. ഇതുകൊണ്ടെല്ലാം തന്നെ ഈ മാങ്കുളത്തുള്ള ആളുകളടക്കം ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ഈ മാങ്കുളം പഞ്ചായത്തിനെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇവിടേക്കുള്ള വാഹന ഗതാഗതമടക്കം തടസ്സപ്പെടുത്തിയുള്ള വനംവകുപ്പിന്റെ ഇത്തരത്തിലുള്ള നീക്കം എന്നുള്ളതാണ്. ഒപ്പം തന്നെ കുട്ടമ്പുഴ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പൊതുപ്രവർത്തകരടക്കം വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്കടക്കം തടസ്സം നിർത്തുന്ന തരത്തിലേക്കാണ് ഇത്തരത്തിൽ വനംവകുപ്പ് നീങ്ങുന്നത്. ഈ വനംവകുപ്പിന്റെ ഗുരുതരമായ പ്രശ്നമാണെന്നാണ് സന്ദീപ് റിപ്പോർട്ട് ചെയ്യുന്നത്.